കഴിഞ്ഞു കേക്ക് അളവൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. വെട്ടുകേക്കാണോ ഉണ്ടാക്കുന്നത്? വെട്ടുകേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ പ്രയാസപ്പെട്ട് അവിടെ നെല്ലണ വെട്ടുകേക്ക് ഉണ്ടാക്കുന്നത് ഞങ്ങളും കൂടെ ഒന്ന് പഠിക്കട്ടെ കേക്ക് എങ്ങനെ കൈ വെച്ചൊക്കെ കറക്റ്റായിട്ട് നടന്നുണ്ടോ ഇല്ലേ? നമ്മൾ കടകളിലൊക്കെ കയറി പലതരം കേക്ക് കഴിക്കാറുണ്ട്. അതായത് വെട്ട് കേക്ക് കഴിക്കാറുണ്ട്, പൂക്കേക്ക് കഴിക്കാറുണ്ട്. അങ്ങനെ ചായക്കടകളിലെ പലതരം കേക്ക് നമ്മൾ കഴിക്കുമ്പോൾ സത്യത്തിൽ അതിൻ്റെ ചേരുവകളൊന്നും ആരും അങ്ങനെ പറഞ്ഞു തരാറില്ല. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടനിവിടെ ഒരു വെട്ട് കേക്കിൻ്റെ പണിയിലാണ്. അപ്പോൾ ആ വെട്ട് കേക്കിനകത്ത് കണ്ടോ പിച്ചാത്തി വെച്ച് അതിൻ്റെ നടുഭാഗം മുറിച്ച് നേരെ എണ്ണയിലോട്ടിടുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചോറുണ്ണാൻ വന്നതാണ്. അപ്പം ഇത് കണ്ടപ്പം രസമുണ്ട്. കേക്കൊക്കെ ഇങ്ങനെ ടേപ്പ് അതായത് മെഷർമെൻ്റൊക്കെ എടുത്തിട്ടൊരു പട്ടിയിൽ പോലൊരു ഒരു പീസൊക്കെ വെച്ച് അളന്നൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചാൽ ഇത് ഇത്ര വലിയ പാടാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ്. എന്തായാലും എണ്ണയ്ക്കകത്ത് കിടന്ന കേക്ക് ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട്. കുറച്ച് കേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം പരുവായ സാധനമാണ്, എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പി എടുത്ത് വെച്ചിട്ട് ചേട്ടനിങ്ങനെ കുത്തി കളിക്കുന്നുണ്ട്. അത് തിരിച്ചിടുന്നു, അങ്ങോട്ട് മറിച്ചിടുന്നു, പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ ചേട്ടനോട് ചോദിക്കാം, ഇതെങ്ങനെയൊക്കെയാണ് ഇതുണ്ടാക്കുന്നത്, ഇതിനകത്ത് എന്തൊക്കെ ചേരുവകളാണ് ചേർക്കുന്നത്, ഇതിന് രുചി കൂടാൻ വേണ്ടി വല്ല മറ്റുള്ള പരിപാടികൾ വല്ലതും ഉണ്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് ചേട്ടനോട് ചോദിക്കാം. ചോദിച്ച് മനസ്സിലാക്കി വീട്ടിൽ ചെന്നിട്ട് എന്തായാലും ഞാനും ഈ കേക്കൊന്ന് ഉണ്ടാക്കിയാൽ എന്താണ് എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചേട്ടനോട് തന്നെ ചോദിക്കാം. ഇതിപ്പം കേക്ക് റെഡിയായി. കേക്ക് റെഡിയായി. നമ്മൾ കേക്ക് പല രീതിയിലുള്ള ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് വേറെ ഇത് വെട്ട് ഇതിന്റെ ചേരുവകളും കാര്യങ്ങളൊക്കെ. ചേരുവ താറാമുട്ട, പഞ്ചാര, താറാമുട്ട, പഞ്ചാര, ഏലയ്ക്ക, ലേശം സോഡാപ്പൊടി, ലേശം ഒരു തുള്ളു. ഇത് വെള്ളത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1 കിലോ മാവിന് 1 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിക്കുക. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ആ മാവ് അതിനകത്തിട്ട് കുഴച്ചിട്ട് നല്ല ഒരുമാതിരി ലൂസാക്കരുത്. ഒരുമാതിരി കട്ടിയിൽ കുഴച്ച് ഡെസ്കയിലിട്ട് തേക്കണം. നമ്മളിത് മാവ് കുഴച്ച് എത്ര നേരം ഒരു 10 മിനിറ്റ് നേരം വെച്ചേക്കണം. 10 മിനിറ്റ് വെച്ചേക്കണം. വെച്ചിട്ട് അത് പിന്നെ കൈ കൊണ്ട് നിരപ്പാക്കുക. അല്ലെങ്കിൽ പിന്നെ വേര് കുപ്പി കൊണ്ടോ അല്ലെങ്കിൽ ഈ തടി കൊണ്ടോ ഉരുണ്ട തടി കൊണ്ട് ഇതിലും നിരപ്പാക്കി ഒരു 2 ഇഞ്ച് കനത്തി നിരപ്പാക്കി വെച്ചിട്ട് 4 3 വിരക്ക വിരലിൻ്റെ വീതിയിൽ നീളത്തിൽ കണ്ടിച്ചിട്ട് വട്ടം കുറുക്ക് കണ്ടിച്ചിട്ട് നടുവെ പൊളന്ന് എണ്ണയ്ക്കകത്തിടുക. എണ്ണ ചെറിയ ചൂടിൽ ചെറിയ ചൂടെന്ന് പറയുമ്പോൾ എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ എണ്ണ ചെറിയ തീ ഇടുക. എന്നിട്ട് എണ്ണ ചൂടാവുമല്ലോ. ആദ്യം ഇച്ചിരി ഒരു ശകലം എടുത്തിട്ട് നോക്കണം. അത് ഇട്ട ഉടനെ അത് മേലോട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ പിന്നെ വട്ടം മുറിച്ച് കീറി ഇടണം. ഇടുമ്പോൾ അത് എല്ലാം നിരപ്പം അങ്ങ് പൊങ്ങും മറിച്ച് ഇട്ട് കൊടുക്കണം. ഇത് മൂത്ത് കഴിയുമ്പോൾ പാകം നമുക്ക് മറിച്ചിടുമ്പോൾ അറിയാമല്ലോ. നിറവ്യത്യാസം ഉണ്ടാവും. നമ്മൾ പച്ചയല്ലേ ഇടുന്നത്, പിന്നെ അത് ഇതുപോലെ നിറവ്യത്യാസം ഉണ്ടാവും. നേരം മൂത്ത്
അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പഞ്ചാര 1 കിലോ മാവിന് 350 പഞ്ചാര വെച്ച് ചേർക്കും. 1 കിലോയ്ക്ക് 350 ഗ്രാം വരും. 350 പഞ്ചാര. മൈദയോ? മൈദയല്ല. മൈദ അല്ല, പഞ്ചാര ചേർക്കും. അല്ല, നമ്മൾ ചേർക്കുന്ന മാവ് ഇതാ. മൈദ മറ്റുള്ള ഒരു പൊടിയും വെച്ച് ഒരു പൊടിയും ചേർക്കും. ശരിയാത്ത മൈദ വെച്ച് തന്നെ. മൈദ ഉണ്ട്. 1 കിലോ മാവിന് 300 പഞ്ചാര വെച്ച് ചേർക്കും. പിന്നെ 100 പഞ്ചാര, പിന്നെ ഏലക്ക ചേർക്കും. 1 കിലോ ടേസ്റ്റ് കിട്ടും. ഏലക്ക ചേർക്കണം. പിന്നെ ഒരു കിലോ മാവിന് താറാമുട്ടയാണെങ്കിൽ 4 5 ചേർക്കാം. അത് നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം. കോഴിമുട്ടയാണെങ്കിൽ 7 8 ചേർക്കണം 1 കിലോ മാവിന്. എന്തായാലും മയം വരും, പിന്നെ ടേസ്റ്റ് വരും. താറാമുട്ടയാണെങ്കിൽ കുറച്ച് ചേർക്കുക. കോഴിമുട്ടയാണെങ്കിൽ ഡബിൾ ചേർക്കും. അപ്പോൾ 5 ചേർക്കുന്ന കോഴിമുട്ടയാണെങ്കിൽ 7 ഒക്കെ ചേർക്കണം. എന്നാലും അതിനകത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് പതപ്പിച്ച് കഴിഞ്ഞിട്ട് മാവ് അതിനകത്തിട്ട് കുഴച്ചെടുക്കും. കുഴച്ച് നമ്മൾ ഇത് കുഴക്കത്തില്ല, നമ്മൾ കുഴക്കട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ ആ പരുവായിരിക്കും. നമ്മൾ ഈ കേക്ക് ഒരെണ്ണം ഉണ്ടാക്കി എത്ര ദിവസം ഇരിക്കും? കാറ്റ് കയറുകയാണെങ്കിൽ 10 ദിവസം ഇരിക്കും. ഒരു കേടും ഉണ്ടാകത്തില്ല. കാറ്റൊന്നും കയറി വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ 30 ദിവസത്തോളം ഇരിക്കും, കേടാകത്തില്ല. പിന്നെ തുറക്കും അടയ്ക്കും ഒരു 5 6 ദിവസം കഴിയുമ്പോൾ പൂക്കും. അത്ര അല്ലെങ്കിൽ നമ്മൾ പാക്കറ്റൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ 30 ദിവസം ഗ്യാരണ്ടി. അതെ, നമ്മുടെ ബേക്കറിലൊക്കെ ഇരിക്കുന്നില്ലേ, അത് അവർ ഇതുപോലെ പാക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതിന് ഏറ് കയറുന്നില്ലല്ലോ. എത്ര ദിവസം വെള്ളം ഇരിക്കും. ഇത് കേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് അത് ബാക്കിയുള്ള എല്ലാം ഉണ്ടാകും. രണ്ടെല്ലാം കുഴച്ച് വെച്ചിരിക്കുക. ഉള്ളിയുടെ പരിപ്പുവട, ബോണ്ട, ഇതെല്ലാം കുഴച്ച് വെച്ചിരിക്കും. എത്ര ആളായി? എക്സ്പീരിയൻസ്? ഇപ്പോൾ 18 വർഷത്തോളം. നമ്മളിപ്പോ ഇവിടെ ചോറിനാൻ വന്നപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. അതുകൊണ്ട് ഞാൻ മനസ്സിലായി. എന്താ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മോഹനാണ്. ഓക്കെ, ചേട്ടൻ്റെ പണിയൊക്കെ നടക്കട്ടെ. എന്തായാലും അപ്പം ഇങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്ന വിധങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന കേക്കിന് ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേട്ടൻ കേക്ക് കഴിച്ചായിരുന്നു? കേക്ക് കഴിച്ച് കുഴപ്പമില്ല. ചേട്ടൻ കേക്ക് കഴിച്ചായിരുന്നു? കേക്ക് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെ സ്ഥിരം വന്ന് ഇവിടെ ചായ കഴിക്കാം? ഇവിടെ മിക്കവാറും വരുന്നതാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേക്കിന്. വീട് മാവേലിക്കരയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ കയറി ഒരു കേക്ക് കഴിക്കും, ചായയും കുടിക്കും. സൂപ്പറാണ്, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ വീണ്ടും അതിൻ്റെ ബാക്കി ഇരിക്കുന്ന കേക്കിൻ്റെ പണി പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാം മനസ്സിലായല്ലോ. നമ്മൾ കടകളിൽ ചെന്ന് ഇത് കഴിക്കാൻ നേരത്തെ ഇതിൻ്റെ ആ ഒരു ചേരുവകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കൃത്യമായിട്ട് ആരും അങ്ങനെ പറഞ്ഞു തരാനില്ലെങ്കിലും. അപ്പം ഇത് സ്ഥലം വേറെ ഒന്നുമല്ല, നമ്മുടെ വഴിയമ്പലമാണ് അല്ലേ ചേട്ടാ? കരുവാറ്റ വഴിയമ്പലത്തിലാണ് ഈ കട. അപ്പോൾ ഈ യാത്ര റോഡ് വഴിയൊക്കെ ഞങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ കടയുടെ പേരെന്താ ചേട്ടാ? എന്താ കടയുടെ പേരെന്താ? നൂറ ബേക്കറി അല്ലേ? അപ്പം അവിടെ കയറിയാൽ നമുക്ക് രുചികരമായിട്ടുള്ള കേക്ക് കഴിക്കാം, മറ്റുള്ള എല്ലാ പലഹാരങ്ങളും ഉണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിനീഷ് തോട്ടപ്പള്ളി. ഓക്കെ, ശരിയെന്ന്.